ഈ പറഞ്ഞ കാമുകിമാർ വളരെ ഹാപ്പിയാണ്. എന്താ കാര്യം എന്നറിയാം, ഒരു റെസ്റ്റോറൻറ്റിൽ പോകണം, കാപ്പ് കുടിക്കണം, വട വാങ്ങിച്ചു കൊടുക്കണം, അവൾ കയറി ഫ്രൂട്ട് സാലഡ് ഐസ്ക്രീം ഒക്കെ പറഞ്ഞാൽ അത് അതിൽ നിന്നും പോകും. ഇതാകുമ്പോൾ ഒരു ടിക്കറ്റ് എടുത്ത് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇതെന്തോ പലഹാരം വടയെ നോക്കി തന്നെ ഇപ്പം കേട്ടോ. ഇത് ഇവിടുന്ന് ഈസ്റ്റ് പോർട്ട് വരെ പോയി നമ്മൾ വണ്ടി നോക്കുമ്പോൾ അവർ കാഴ്ച കാണുന്നില്ല, അവരങ്ങ് പ്രണയിക്കുകയാണ്. തിരിച്ച് അതുപോലെ ഇവിടെ വന്നിട്ട് തിരിച്ച് പോയിട്ട് ടിക്കറ്റ് എടുത്തു. അവർ പറഞ്ഞു ഇത്രയും സമയം നമ്മൾ ഏത് രാജ്യത്താണെന്ന് അറിയണം, നമ്മൾ സ്വർഗത്തിലായിരുന്നു എന്നാണ് അവരുടെ പ്രണയം. പ്രണയം തീരും. പക്ഷെ ബസ്സാണ്, ഓപ്പൺ ബസ്സാണ്, വേറെ. പക്ഷെ ഒരു കാര്യം രാജു, ഒരു ബസ് യാത്രയിൽ ഒരുപാട് ബന്ധങ്ങളുണ്ടാവും അല്ലേ? അത് നമുക്ക് ശരിക്കും അനലൈസ് ചെയ്യാം. ഒരേ റൂട്ടിൽ പോകുന്ന ആളുകൾ പിന്നീട് ഈ പറഞ്ഞ പോലെ പ്രണയം, പിന്നെ വിവാഹം, പിന്നെ വിവാഹമോചനം, ഇതെല്ലാം ഒരു ബസ് യാത്രയിലിടയിൽ ഉണ്ടായി തുടങ്ങുന്ന ഒരു സംഭവമാണ്. കാര്യം ഏറ്റവും അടുത്ത് നമുക്ക് ഇരുന്ന് പഴകാനും മറ്റൊന്നും ഇല്ലാതെ സംസാരിക്കാനും പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു പ്രണയങ്ങൾ. ബസ്സും പ്രണയമായിട്ട് ഒരുപാട്. KSRTC ബസ്സിൽ ഇരുന്ന് ലവ് ചെയ്തിട്ടാണ് നമ്മുടെ സംവിധായകനും നടനുമായ മധുപാൽ കല്യാണം കഴിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് മധുപാൽ എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, KSRTC ബസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്യുമ്പോൾ അടുത്തിരുന്ന ഒരു ലേഡിയുമായിട്ട് പരിചയപ്പെടുകയാണ്. തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്ക് ഇവരും നല്ല അടുപ്പത്തിലായി. പിന്നീട് മധുപാൽ കല്യാണം കഴിച്ചത് അവരെ തന്നെയാണ്, ആ ബസ്സിലെ യാത്രയിൽ നിന്നാണ്. പിന്നെ പലപ്പോഴും കണ്ടക്ടർ ബാക്കി മാറാൻ കൊടുക്കും. ഈ ബാക്കി മാറി എടുത്തോളും 100 രൂപ കൊടുക്കും. 100 രൂപ കൊണ്ട് മാറി ഇന്ന് ബാക്കിയൊക്കെ മാറി കൊണ്ട് ഇവരുമായി സംസാരിച്ച് അങ്ങനെ പ്രണയിച്ച് പോകാൻ കഴിച്ചവരുണ്ട്, അങ്ങനെ ഡൈവോഴ്സ് ചെയ്തവരുണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പേരിൽ ചില്ലറ കാരണം പ്രണയം, ചില്ലറ വാങ്ങിച്ചോളാൻ പറഞ്ഞു വിടും. പ്രണയം അല്ലാതെ കുറച്ച് ഏയിൽ ചിന്തിക്കുന്നവർ ഈ ബസ്സിൽ കയറില്ല. അവർക്ക് ഈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ ചെന്ന് ഇരിക്കുക, ബാക്കിൽ ഇങ്ങോട്ട് ഇടിക്കുക, അതൊന്നും ഇതിനകത്ത് നടക്കില്ല. മര്യാദയ്ക്ക് ഇരിക്കേണ്ടി അല്ലേ? നിർത്തി കൊണ്ടുപോകില്ലല്ലോ, നിർത്തത്തില്ലെങ്കിൽ അതൊന്നും നടക്കില്ല. അല്ല എന്ത് ചെയ്യാനല്ലേ? പിന്നെ ഇപ്പോഴത്തെ സിസ്റ്റം ഉണ്ട്. പണ്ട് എന്നുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ വലിയൊരു പ്രോബ്ലമായിരുന്നു. ഈ കാത്തുനിൽപ്പിൻ്റെ ഇടയിൽ ബസ് സ്റ്റോപ്പിൽ നിർത്തില്ല, ദൂരം നിർത്തി ആളെ ഇറക്കിയിട്ട് ബസ് സ്റ്റോപ്പിൽ നിർത്താതെ നമ്മൾ ഓടണം അതിൻ്റെ പുറകെ കയറാൻ വേണ്ടിയിട്ട്. കാര്യം ആ സിസ്റ്റം വന്നെന്ന് വയ്ക്കുക. ഞാൻ പിന്നെ അത് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൈവറ്റ് ബസ്സുകാർ അത് ചെയ്യില്ലായിരുന്നു, ഗവൺമെൻറ് ബസ്സിൽ മാത്രമേ ഇതുണ്ടായിരുന്നുള്ളൂ. കാരണം അവർക്ക് അതുകൊണ്ട് എക്സ്ട്രാ ബെനിഫിറ്റ് ഇല്ല. പിന്നീട് ഇപ്പോൾ ഒരു ഇൻസെന്റീവ് സിസ്റ്റം ആക്കിയില്ലേ, ഇപ്പം അങ്ങനെ കയറ്റാതെ നടപടി. പണ്ട് കൺസെഷൻ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ കൺസെഷൻ കൊടുക്കുമ്പോൾ അതിനകത്ത് ഇപ്പൊ ഇല്ലല്ലോ. ഇതില്ലേ ഇപ്പൊ കൺസെഷൻ കാർഡായി മാറിയാണ്. നാളെ മുതൽ കാർഡായി കണ്ടക്ടർ ടിക്ക് ചെയ്യുമല്ലോ. അത് ടിക്ക് ചെയ്ത് പിന്നെ ഒരു പ്രാവശ്യം കാണുമ്പം ഈ ഒരു കമ്പിയിൽ പിടിക്കുകയും മറ്റേ പെൺകുട്ടിയുടെ പൊക്കിയിരിക്കുകയല്ലേ. അവർ കൺസെഷൻ ഇവിടെ വെച്ച് കണ്ടക്ടർ വരുമ്പോൾ അയാൾ എന്നെ എടുത്തിട്ട് തിരിച്ചു വെക്കേണ്ട ഒരു പേര്. പക്ഷേ എനിക്ക് വേറെ കാര്യത്തിൽ ഒരു കണ്ടക്ടർ എന്നുള്ളത് ഞാൻ നേരത്തെ കുറ്റം പറഞ്ഞെങ്കിലും വേറൊരു കാര്യം ബഹുമാനമുണ്ട്. ഞാൻ മോഡൽ സ്കൂളിൽ മോണാക്ടിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു കണ്ടക്ടറിൻ്റെ സംഭവമുണ്ട്. അയാൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറി ബസ്സിൽ കയറി പോണ ഒരു സംഭവമുണ്ട്. അതിനകത്തുള്ള വിവിധ കഥാപാത്രങ്ങൾ ഇതെല്ലാം ഒറ്റയ്ക്ക് അവർക്ക് പ്രൈസ് കിട്ടി. അടയാർ പിന്നെ ഇൻ്റർവ്യൂ ചെന്നപ്പം KM ബാലേന്ദ്രൻ വേറെ കണ്ടോണ്ട് നോക്കട്ടെ വേണ്ടല്ലേ. അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ്റർവ്യൂ ചെന്നപ്പോൾ ബാലേന്ദ്രൻ എം പറഞ്ഞു, നിങ്ങൾ ഒരുപാട് സർട്ടിഫിക്കറ്റ് കിട്ടിയതില്ല മോണാക്ടിൻ്റെ, ഈ സ്ക്രിപ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ മോണാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ കണ്ടക്ടർ മോണാക്ട് ചെയ്തിട്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. കണ്ടക്ടറാണ് അവിടെ കൊണ്ട് അടിയും പോട്ടെ, വീട്ടിൽ വന്നിട്ട് എടുത്തില്ലേ എൻ്റെ അടി വേറെ. ഇതിനാണ് വളർത്തി വിടുന്നത്. രാവിലെ സ്കൂളിൽ പോകാതെ അവൻ്റെ പറയാൻ പോയെന്നൊക്കെ പറഞ്ഞ്